പ്രേംലാലെ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് ആ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നു. ട്രംപ് തന്നെ പടച്ചുവിട്ടൊരു വാർത്ത. പക്ഷേ ഇന്ത്യ അത് തള്ളി, തെളിവ് സഹിതം തള്ളി. പിന്നീട് വീണ്ടും പല കോണുകളിൽ നിന്ന് ആ വാർത്ത പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനമായിട്ട് ഇന്ത്യ കൃത്യമായിട്ട് ട്രംപിനൊരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ? അതായത് ട്രംപ് പലപ്പോഴായിട്ട് ഈ അവകാശവാദം ഉന്നയിക്കും. അപ്പോൾ ഇന്ത്യക്കാരെന്തെങ്കിലും ഒരു മറുപടി കൊടുക്കുമ്പോൾ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയില്ല. അതിനെക്കുറിച്ച് വേറെ രീതിയിലായിരിക്കും പറയുക. ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ ക്വാഡ് സമ്മേളനം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഇൻഡോ പസഫിക് മേഖലയിലുള്ള വിദേശകാര്യമന്ത്രിമാരുടെ കൂട്ടായ്മ. അതിൽ ഇന്ത്യയുണ്ട്, അമേരിക്കയുണ്ട്, ഓസ്ട്രേലിയയുണ്ട്, ജപ്പാനുണ്ട്. ഈ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം അല്ലെങ്കിൽ ഒരു യോഗം അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി എസ് ജയശങ്കർ ഇപ്പോൾ അവിടെയാണുള്ളത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ ചോദ്യം വന്നു. അപ്പോൾ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു. അതായത് ഈ പറയുന്ന ട്രംപ് അവകാശപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താൻ ഇടപെട്ട് ചർച്ച നടത്തിയിട്ടാണ്. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ വ്യാപാര കരാറുകളെല്ലാം റദ്ദ് ചെയ്യും എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ധാരാളം വ്യാപാരങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു, അവകാശപ്പെട്ടിരുന്നു. കിട്ടുന്ന വേദികളെല്ലാം ട്രംപ് ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആ യുദ്ധം ഇല്ലാണ്ടാക്കിയത് ട്രേഡ് ഡീൽസ് വെച്ചിട്ടാണ്, അതായത് വ്യാപാര കരാറുകൾ വെച്ചിട്ടാണ് എന്ന് ട്രംപ് ഇങ്ങനെ അവകാശപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എസ് ജയശങ്കർ അവിടെ ചെന്നിട്ട് പറയുന്നു, പ്രധാനമന്ത്രിക്ക് അമേരിക്കയിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. അത് സത്യം തന്നെയാണ്. മറുതലയ്ക്കൽ ഉണ്ടായിരുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ പ്രധാനമന്ത്രി മോദിയായിട്ട് സംസാരിച്ചു. ആ സമയത്ത് ഞാൻ ആ മുറിയിലുണ്ടായിരുന്നു. ജയശങ്കർ പറയുകയാണ്, നരേന്ദ്രമോദിയുടെ മുറിയിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചത് JD വാൻസ്, അതായത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് സംസാരിച്ചത് മെയ് 9 അന്ന് രാത്രി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് വാസ്തവമാകാനാണ് സാധ്യത. കാരണം അതിനുശേഷം വന്ന പത്രമാധ്യമങ്ങളിലെല്ലാം പാകിസ്ഥാൻ എന്തോ വലിയ ആക്രമണം തയ്യാറാക്കുന്നതായിട്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് വാർത്തകൾ വന്നിരുന്നു, അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ. അപ്പോൾ അവർ എന്തോ ആറ്റം ബോംബ് വിടാനായിട്ടൊക്കെ പദ്ധതി ഇടുന്നുണ്ടെന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലാണ് അന്ന് വാർത്തകളൊക്കെ പ്രചരിച്ചത്. അപ്പോൾ അതേ സംഗതിയാണ് JD വാൻസ് പ്രധാനമന്ത്രിയോട് സംസാരിച്ചത്. 9-ാം തീയതി വലിയ രീതിയിലുള്ളൊരു ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, അവരെ ആക്രമിച്ചാൽ അതേ തൂക്കത്തിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. ആ സംഭാഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ വ്യാപാര കരാറിനെക്കുറിച്ചോ വ്യാപാര സാധ്യതകളെക്കുറിച്ചോ ഒന്നും രണ്ട് നേതാക്കളും ചർച്ച ചെയ്തില്ല എന്ന് ജയശങ്കർ പറഞ്ഞു. അതിനുശേഷം അമേരിക്കയിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയുടെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തലിന് താല്പര്യപ്പെടുന്നുണ്ട്, എങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചയാകാം. പക്ഷേ അതിനുശേഷവും ചർച്ച നടത്തിയത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും സൈനിക നേതൃത്വങ്ങൾ തമ്മിലാണ്. അവിടെ ഒരു മൂന്നാമസ്ഥൻ ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ DGMO എന്നാണ് സ്ഥാനപ്പേര്. അങ്ങനെയുള്ള ഒരാൾ പാകിസ്ഥാൻ്റെ ഹോട്ട്ലൈൻ വഴി, അതായത് ഈ നയതന്ത്ര ബന്ധങ്ങൾ നടക്കുന്നതിന് ഹോട്ട്ലൈൻ എന്നാണ് പറയുക, ടെലിഫോൺ കോളിന് പകരം ഹോട്ട്ലൈൻ എന്നാണ് പറയുക. ഹോട്ട്ലൈൻ വഴി ഇന്ത്യയുടെ DGMOനെ ബന്ധപ്പെട്ടു. രാവിലെ 11 മണിക്കൊന്ന് വിളിച്ചു, അപ്പോൾ ഫോണിൽ കിട്ടിയില്ല, അപ്പോൾ തിരക്കിലായിരുന്നു. 12:30 വീണ്ടും വിളിച്ചു, കിട്ടിയില്ല. ഉച്ചയ്ക്ക് 2:30 അതായത് മെയ് 10-ാം തീയതി ഉച്ചയ്ക്ക് 2:30 രണ്ട് DGMOമാരും ഫോണിൽ സംഭാഷണം നടത്തുകയും പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറാണെന്ന തരത്തിലുള്ള വിവരം അറിയിക്കുകയും ചെയ്തു. നമ്മളത് അംഗീകരിക്കുകയും ചെയ്തു. ഇതിനെല്ലാം കഴിഞ്ഞ് 2:30 രണ്ട് നേതാക്കളും അല്ലെങ്കിൽ രണ്ട് DGMOമാരും തമ്മിൽ ധാരണയായ വിഷയമാണ് 2 മണിക്കൂറിന് ശേഷം ട്രംപ് ഞാനാണ് ആ യുദ്ധം അവസാനിപ്പിച്ചെന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഏറ്റവും രസകരമായ സംഗതി എന്തെന്നാൽ പ്രധാനമന്ത്രി മോദി G7 ഉച്ചകോടിക്ക് എന്നപ്പോൾ ട്രംപിനെ നേരിൽ കാണാനായിട്ടിരുന്നതാണ് ഈ വിഷയങ്ങളടക്കം ചർച്ച ചെയ്യാൻ. പക്ഷേ അന്ന് ട്രംപ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മടങ്ങി. സദ്യ കൊടുക്കാൻ. അതെ. അത് മാത്രമല്ല, പുള്ളിക്ക് ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ദേശീയ സുരക്ഷാ സമിതി യോഗം, അതും പറഞ്ഞിട്ടാണ് പുള്ളി അവിടെ നിന്ന് പോയത്. അപ്പോൾ അവിടെ വെച്ച് മോദി ഫോണിൽ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. അതായത് ഞങ്ങൾ ഒരു മധ്യസ്ഥനെ ഒരിടത്തും തേടിയിട്ടില്ല, ഒരു മധ്യസ്ഥൻ്റെ കാര്യം ഞങ്ങൾക്കില്ല, അത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. അത്തരത്തിൽ
ഒരു മധ്യസ്ഥനെ, അല്ലാതെ ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി ചർച്ചകളുടെ ഇടയിൽ ഒരു മധ്യസ്ഥൻ വേണ്ട എന്നുള്ളത് ഇന്ത്യയിലെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഉള്ള നിലപാടാണ്. ഇപ്പോഴുള്ള ഭരണപക്ഷത്തിനായാലും ശരി, നേരത്തെയുള്ള ഭരണപക്ഷത്തിനാണെങ്കിലും ശരി, ഇത് തന്നെയാണ് നിലപാട്. അതിലൊരു മാറ്റം ഇതുവരെ വരുത്തിയിട്ടില്ല എന്ന കാര്യം നരേന്ദ്രമോദി നേരിട്ട് ട്രംപിനെ അറിയിച്ചാണ്. ഈ സംഭവത്തിന് ശേഷം ട്രംപ് പ്ലേറ്റ് മാറ്റിയായിരുന്നു. കാര്യം ഇതിന് ശേഷമാണ് അസീം മുനീർ അമേരിക്ക സന്ദർശനത്തിന് ചെന്നത്. അപ്പോൾ അസീം മുനീറിന് ഉച്ചഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത്, രണ്ട് രാജ്യത്തെയും സ്മാർട്ടായിട്ടുള്ള രണ്ട് നേതാക്കന്മാർ, വളരെ മിടുക്കരായ രണ്ട് നേതാക്കന്മാർ ന്യൂക്ലിയർ വാർ, ആണവ യുദ്ധം വേണ്ടെന്ന് തീരുമാനിച്ചു. അത് വളരെ നല്ല കാര്യം. അവിടെ പറഞ്ഞത് രണ്ട് നേതാക്കന്മാർ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ഞാൻ അതിൽ നടുക്ക് നിന്നു എന്ന് പറഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രംപിന് വീണ്ടും കിളി പോയി, വീണ്ടും ഇത് തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് അതെല്ലാം ചെയ്തത്. കാരണം അന്ന് ട്രംപ് പറഞ്ഞത്, ഞാൻ വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതായത് വാണിജ്യ വകുപ്പ് സെക്രട്ടറിയോടും അതേപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറിയോടും പറഞ്ഞു, ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ വിളിച്ച് താക്കീത് ചെയ്യണം, നിങ്ങൾക്ക് വ്യാപാരം നടത്തണോ അതോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിടാൻ പോവുകയാണോ എന്നുള്ളത് ചോദിക്കണമെന്ന് ട്രംപ് പറഞ്ഞതായിട്ടാണ് ട്രംപ് തന്നെ അവകാശപ്പെട്ട് വാർത്തകൾ വന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ എസ് ജയശങ്കർ അമേരിക്കയിൽ പോയത്, എന്താണ് നടന്ന കാര്യം എന്നുള്ളത് വള്ളി പുള്ളി തെറ്റാതെ പറയുന്നത്. അതും അമേരിക്കയിൽ ചെന്ന്, അതായത് സിംഹത്തിൻ്റെ മടയിൽ പോയി നേരിടണമെന്ന് പറയും എന്ന് പറയുന്ന പോലെ അമേരിക്കയിൽ സന്ദർശനത്തിന് എത്തുമ്പോൾ അവിടെ വെച്ച് പറയും. ഇനിയും ട്രംപിന് ഇനി എപ്പോഴാണ് ഈ കാര്യത്തിൽ അടുത്ത വെളിപാടുണ്ടാകുന്നതെന്ന് അറിയില്ല. ഏതായാലും നിലവിൽ നമ്മുടെ ഇന്ത്യയുടെ നിലപാട് പലരായി പറഞ്ഞിട്ടുണ്ട്. ഇനിയും ട്രംപിന് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും ഇതേപോലെ നിലപാട് വരും. ട്രംപിനെ നേരിട്ട് മോദി തന്നെ അരമണിക്കൂറോളം മോദി ഇതൊക്കെ ക്ഷമിക്കണം, ട്രംപ് ഇതൊക്കെ നിരന്തരം ആവർത്തിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ട്രംപിന് ഈ 79 വയസ്സ് കഴിഞ്ഞു. ഇനി കൂടിപ്പോയ ഒരു 5-10 വർഷം കൂടി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമായിരിക്കും. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടണം. അതിപ്പോൾ എല്ലാ യുദ്ധങ്ങളും അത് സെറ്റിൽമെൻറ്റ് എൻ്റെ വഴിയാണ് എന്നുള്ള, അല്ലെങ്കിൽ ഞാനാണത് സ്പോൺസർ ചെയ്തെങ്കിലും ഞാൻ തന്നെയാണത് അവസാനിപ്പിച്ചത് എന്നുള്ള നിലപാടുകാരനാണ് ട്രംപ്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം അവിടെ നിൽക്കട്ടെ, ഇറാൻ ഇസ്രായേൽ സംഘർഷം ഞാനാണ് അവസാനിപ്പിച്ചതെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ നിലപാട്. കാര്യം ഞാൻ അവിടെ വേണ്ടി ബോംബ് പൊട്ടിച്ചല്ലോ, ബോംബ് പൊട്ടിക്കുമ്പോൾ സമാധാനം വരും. ഇതാണ് ട്രംപിൻ്റെ പുതിയ കണ്ടുപിടുത്തം. ഇത് മാത്രമല്ല, ഉക്രൈൻ റഷ്യ യുദ്ധം കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്, 5-6 വർഷമായി തുടങ്ങിയിട്ട്. അവിടെയും ട്രംപ് പറയുന്നത് അതിനും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ ഞാനാണെന്നാണ്. ഇടയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനൊക്കെ വിളിച്ച് സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. അതിനപ്പുറം കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് റഷ്യയും ഉക്രൈനുമായിട്ടുള്ള സമാധാന ചർച്ചകൾക്ക് നടത്തണമെന്ന രീതിയിൽ വാദിക്കുന്ന ട്രംപ് ഇപ്പുറത്തുകൂടി ഉക്രൈന് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെ സമാധാനം വരാനാണ്? അപ്പം ഇത്തരത്തിൽ പുള്ളിയുടെ ആത്യന്തികമായ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒരു നോബൽ സമ്മാനം അടിച്ചെടുക്കണം. പക്ഷേ അതിന് മനുഷ്യന് മനസ്സിലാകുന്ന ന്യായീകരണങ്ങളൊക്കെ പറയണ്ടേ? ഇത് ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.